സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഭക്ഷിക്കേണ്ടത്, എന്താണ് ഭക്ഷിക്കരുതാത്തത്, എന്ത് നമ്മൾ കഴിക്കണം, എന്ത് നമ്മൾ കഴിക്കരുത് എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ സ്കൂളിലോ കോളേജിലോ ഒന്നും തന്നെ പഠിപ്പിക്കുന്നില്ല. അതുമൂലം നമ്മുടെ കുട്ടികൾ രോഗബാധിതരാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഇനി ഏത് ഭക്ഷണങ്ങൾ കഴിക്കണം കഴിക്കരുത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കഴിക്കരുതാത്ത ഭക്ഷണങ്ങൾ നമുക്ക് നോക്കാം. പ്രകൃതി ജീവനത്തിൽ ഏതെല്ലാം ഭക്ഷണങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം അത് തീർച്ചയായിട്ടും ക്ലോറിനേറ്റ് ചെയ്യാത്തതാവണം, RO വാട്ടർ ആകാതിരിക്കണം. ക്ലോറിൻ വെള്ളത്തോട് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡുമായിട്ട് മാറും എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇത് രണ്ടും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ ചീത്തയാണോ എന്ന് സ്വയം യുക്തി കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലോറിൻ എന്ന് പറയുന്ന വാതകം 2ാം ലോകമഹായുദ്ധ കാലത്ത് കെമിക്കൽ വാർഫെയറിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സാധനമായിരുന്നു. ഇത് ഒരു വിഷമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഈ വിഷം കലർത്തിയ വെള്ളം കുടിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. ആധുനിക വൈദ്യം എന്നും ബാക്ടീരിയയും വൈറസിനെയുമാണ് ശത്രുക്കളായിട്ട് കരുതുന്നത്. പക്ഷേ പ്രകൃതി ജീവനം പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ആ ബാക്ടീരിയയും വൈറസും ഉണ്ടാകാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അഴുക്കുകളാണ് നമ്മുടെ ശത്രുക്കൾ എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതിനാൽ ബാക്ടീരിയയും വൈറസിനെയും അല്ല പേടിക്കേണ്ടത്, ശരീരത്തിലുള്ള അഴുക്കുകളെ, അതായത് ആ ബാക്ടീരിയയും വൈറസും വളരാനുള്ള സാഹചര്യത്തെയാണ് നമ്മൾ പേടിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. അതിനാൽ നമ്മൾ കുടിക്കുന്ന വെള്ളം തീർച്ചയായിട്ടും ഇത്തരം വസ്തുക്കൾ കലർത്തിയവയാകരുത്. ഫ്ലൂറൈഡോ അല്ലെങ്കിൽ ക്ലോറിനോ കലർത്തിയവ ആകരുത്. RO വാട്ടറിൽ ഒട്ടും തന്നെ മിനറൽസ് ഇല്ല. അതിനാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇനി നമ്മളെല്ലാവരും ആലോചിക്കുന്നത് വെള്ളം നമ്മൾ കുടിക്കുന്നത് ശുദ്ധമായിരിക്കണം, അതിൽ യാതൊരുവിധ അഴുക്കും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ കുടിക്കുന്ന വെള്ളം പോകുന്നത് ഒരു കുഴൽ കൂടിയാണ് ഉള്ളിലേക്ക്. ആ കുഴലിൽ മറ്റൊന്നുമില്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം ശരിയാണ്. പക്ഷേ നമ്മൾ വെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കുന്നു, അതേപോലെ തന്നെ ബാക്കിയുള്ള വസ്തുക്കളോടൊപ്പം നമ്മൾ വെള്ളം കുടിക്കുന്നു. അതിനുശേഷം നമ്മുടെ ആമാശയം തുറന്ന് ആ വെള്ളത്തിൻ്റെ TDSഉം ബാക്കിയുള്ളതും ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം ഏറ്റവും മലിനവും വൃത്തികെട്ടതുമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എത്ര ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാലും അത് പ്രത്യേക ഒരു കുഴലിലൂടെ ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ മറ്റൊന്നുമില്ലെങ്കിൽ അത് ശുദ്ധമായിട്ടുള്ള വെള്ളം തന്നെയാണ് ശരീരത്തിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഭക്ഷണങ്ങളോടൊപ്പം കഴിച്ചിട്ടുള്ള വെള്ളം അത് ശരീരത്തിലെത്തുമ്പോൾ എന്തെല്ലാം ഭക്ഷണാവശിഷ്ടങ്ങളെല്ലാം അതിൽ ലയിക്കുന്നു, എന്തെല്ലാം എൻസൈമുകൾ അതിൽ ലയിക്കുന്നു. അപ്പോൾ അത് മറ്റൊരു ഫോമായിട്ട് മാറും. പ്രകൃതിയിലെ എല്ലാ ജീവികളും ശുദ്ധമായിട്ടുള്ള വെള്ളം അത് എവിടെ നിന്ന് ലഭിക്കുന്നുവോ അതേപോലെ തന്നെ കുടിക്കുന്നു. കാരണം ശരീരത്തിൽ അതിനെ ഫിൽട്ടർ ചെയ്യാനും അതിലെ മാലിന്യങ്ങളെ മാറ്റാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ശരീരവും പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അടുത്തത് ചായ, കാപ്പി തുടങ്ങിയവ നമ്മൾ പരിപൂർണമായിട്ടും ഉപേക്ഷിക്കണം. അത് നമ്മുടെ ശരീരത്തെ അസിഡിറ്റിക് ആകുന്ന കാരണം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങൾ വരുന്നു. വെളുത്ത ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കണം. അതായത് വെളുത്ത ഉപ്പ്, വെളുത്ത പഞ്ചസാര, വെളുത്ത മൈദ, പാല് തുടങ്ങിയവ നമ്മൾ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കണം. മത്സ്യം, മാംസം, മുട്ട തുടങ്ങിയവ നമ്മൾ ഉപേക്ഷിക്കണം. കാരണം പ്രകൃതി ജീവന സിദ്ധാന്തപ്രകാരം മനുഷ്യന് സൃഷ്ടിച്ചിട്ടുള്ള കാര്യങ്ങളല്ല പാലും അതേപോലെ തന്നെ പാലുൽപ്പന്നങ്ങളും. അത് ആ ജീവികളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മനുഷ്യന് വേണ്ടി പ്രകൃതി സൃഷ്ടിച്ചതല്ല. അതുകൂടാതെ മനുഷ്യനെ പാകം ചെയ്യാതെ ഒരു കാരണവശാലും മത്സ്യമോ മീനോ കഴിക്കാൻ സാധ്യമല്ല. അതിൽ മസാലകൾ കൂട്ടിച്ചേർത്ത് പ്രത്യേക രീതിയിൽ പാചകം ചെയ്യുന്ന സമയത്ത് ആ മസാലകളുടെ ടേസ്റ്റാണ് നമുക്ക് ടേസ്റ്റ് തരുന്നത്. ആ മത്സ്യത്തിൻ്റെ മാംസത്തിൻ്റെ രുചി നമുക്ക് ഒട്ടും തന്നെ പിടിക്കുന്നതല്ല, അത് നമ്മൾക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എത്ര വലിയ നോൺ വെജായിട്ടുള്ള വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് പാകം ചെയ്യാതെ ചിക്കനോ ബീഫോ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരിക്കലും അത് കഴിക്കാൻ സാധിക്കില്ല. കാരണം പ്രകൃതി അത് നമ്മൾക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതല്ല. പക്ഷേ അതൊരു പട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേവിക്കാതെ അതിന് കഴിക്കാൻ സാധിക്കും. കാരണം അത് അതിൻ്റെ ഭക്ഷണമാണ്. വേവിക്കാതെ നമ്മൾക്ക് കഴിക്കാൻ സാധിക്കുന്നെന്തോ അതാണ് നമ്മുടെ ഭക്ഷണം. അതായത് പഴവും പച്ചക്കറികളും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളുമാണ് നമ്മൾക്ക് സേവിക്കാൻ യോഗ്യമായിട്ടുള്ളത്. ഇനി ഉപേക്ഷിക്കേണ്ടത് പഞ്ചസാര, അതേപോലെ തന്നെ മൈദ, വെളുത്ത ഉപ്പ്, പാല് തുടങ്ങിയവയെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. അടുത്തതായിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ഫാക്ടറികളിൽ നിന്ന് എന്തെല്ലാം വരുന്നുവോ അത് മുഴുവൻ ഉപേക്ഷിക്കണം.
അതായത് അരി ഫാക്ടറികളിൽ കൂടെ വരുന്നു. തീർച്ചയായിട്ടും ആ അരിയിൽ കളറുകൾ ചേർത്തിട്ടുണ്ടാകും, പ്രിസർവേറ്റീവ് ചേർത്തിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഏതെല്ലാം ഫാക്ടറികളിൽ നിന്ന് വരുന്നുവോ, അത് ബേക്കറി പ്രൊഡക്റ്റായാലും ശരി, മറ്റുള്ള പ്രൊഡക്റ്റുകളായാലും ശരി, പാക്കറ്റ് ചെയ്ത് ഏതെല്ലാം സാധനങ്ങൾ വരുന്നുവോ അതിൽ കളറും മണവും അതേപോലെ തന്നെ പ്രിസർവേറ്റീവും ചേർത്തിരിക്കും. അതെല്ലാം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇനി ഇപ്പോൾ മറ്റൊരു ട്രെൻഡ് കൂടി നടക്കുന്നുണ്ട്. അതായത് ഭക്ഷണത്തിൽ പോഷണദ്രവ്യങ്ങൾ കലർത്തി നൽകുക. അതിനെ ഫോർട്ടിഫിക്കേഷൻ എന്നാണ് പറയുക. അരി, അതേപോലെ തന്നെ പാല്, എണ്ണ, ഭക്ഷ്യവസ്തുക്കൾ ഇവയിലെല്ലാം ഫോർട്ടിഫിക്കേഷൻ നടത്താറുണ്ട് ഇപ്പോൾ. അതിനാൽ ശരിയായിട്ടുള്ള ആരോഗ്യം സൂക്ഷിക്കേണ്ട ഒരു വ്യക്തി തീർച്ചയായിട്ടും ഇവ ഒഴിവാക്കാൻ ശ്രമിക്കുക. പ്രകൃതിയിൽ നിന്ന് എപ്രകാരം കിട്ടുന്നുവോ അപ്രകാരം തന്നെ നമ്മൾ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. അതായത് കർഷകരിൽ നിന്ന് നേരിട്ട് അരി തുടങ്ങിയവ വാങ്ങിക്കുക. ഭക്ഷണം പാകം ചെയ്ത് 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ കഴിക്കാൻ ശ്രമിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം ഓരോ സമയം കഴിയും തോറും ആ ഭക്ഷണം ചീഞ്ഞുകൊണ്ടിരിക്കും, അതിലുള്ള പോഷകാംശങ്ങൾ കമ്മിയായിക്കൊണ്ടേയിരിക്കും. അതിനാൽ പഴകിയ ഭക്ഷണങ്ങൾ നമ്മൾ ഒരിക്കലും കഴിക്കരുത്. ഈ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അതും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. മൺചട്ടി തുടങ്ങിയവയാണ് ഏറ്റവും നല്ലത്. അലുമിനിയം വെള്ളവുമായിട്ട് പ്രവർത്തിക്കുന്നതാണ്, രാസപ്രവർത്തനം ചെയ്യുന്നതാണ്. അലുമിനിയം ഓക്സൈഡ് ഉണ്ടാകാറുണ്ട്. അതുമൂലം പല രോഗങ്ങളും വരും. അത് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. നോൺ സ്റ്റിക്ക് കുക്ക്വെയർ തുടങ്ങിയ സാധനങ്ങൾ പരിപൂർണമായിട്ടും ഒഴിവാക്കുക. ഫ്രിഡ്ജ് തുടങ്ങിയ സാധനങ്ങൾ പരിപൂർണമായിട്ടും ഒഴിവാക്കുക. സ്റ്റീല് പോലും ഉപയോഗിക്കാൻ യോഗ്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിക്കൽ, ക്രോമിയം ഇത് രണ്ടും അതിൻ്റെ ശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിച്ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ആരോഗ്യകരമായിട്ടുള്ള ഒരു സാധനമായിട്ട് തീരുക? നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്, നിക്കൽ ക്രോമിയം ക്യാൻസറസ് ആണോ അല്ലയോ എന്ന്. അതുകൂടാതെ നിങ്ങൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, കെമിക്കലായിട്ടുള്ള വസ്തുക്കൾ പരിപൂർണമായിട്ടും ഒഴിവാക്കുക. ഡിറ്റർജൻറ്റ്, സോപ്പ് തുടങ്ങിയവ ഒഴിവാക്കുക. അതിനു പകരം ചാരം തുടങ്ങിയവ ഉപയോഗിക്കുക. അതേപോലെ തന്നെ തറ തുടങ്ങിയവ തുടയ്ക്കുന്നതിന് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് പകരം ബയോ എൻസൈം തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കുക. അതായത് ഓർഗാനിക്കായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വരാറുണ്ട്, പുൽത്തൈലം തുടങ്ങിയവ. അവയുടെ ബേസ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പല്ല് തേക്കാൻ ഒരു കാരണവശാലും പേസ്റ്റുകൾ ഉപയോഗിക്കരുത്. കാരണം ക്യാൻസർ ഉണ്ടാക്കുന്ന ഘടകങ്ങളായിട്ടുള്ള സോഡിയം ലോറോ സൾഫേറ്റ് തുടങ്ങിയവ അവയിൽ ഉണ്ടായിരിക്കും. അതിനാൽ രാവിലെ തന്നെ പൽപ്പൊടി ഉപയോഗിച്ചിട്ട് പല്ല് തേക്കുക. തലയിൽ ഷാമ്പൂ തുടങ്ങിയവ ഉപയോഗിക്കുന്നതിന് പകരം ഷിക്കകായി തുടങ്ങിയവ ഉപയോഗിക്കുക, അല്ലെങ്കിൽ താളി ഇലകൾ ഉപയോഗിക്കുക. ശരീരത്തിൽ സോപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ത്രിഫലാപ്പൊടി, അതേപോലെ തന്നെ ഷിക്കകായി തുടങ്ങിയവ ഉപയോഗിക്കുക. ഇങ്ങനെ ഓരോ കാര്യവും നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. ഇതിന് ഒരു കാര്യം നമ്മൾ ഓർത്താൽ മതി, നമ്മൾക്ക് അകത്തേക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു സാധനവും നമ്മൾ പുറത്തേക്ക് ഉപയോഗിക്കരുത്. ഉദാഹരണമായിട്ട് സോപ്പ് നമ്മൾക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പുറമേയും നമ്മളത് ഉപയോഗിക്കരുത്. കാരണം നമ്മുടെ ചർമ്മത്തിലുള്ള സുഷിരങ്ങളിൽ കൂടെ അതിലെ കെമിക്കൽസ് ഉള്ളിൽ പോകുന്നതാണ്. അതേപോലെ തന്നെ ഷാമ്പൂ നമ്മൾക്ക് അകത്തേക്ക് കഴിക്കാൻ സാധിക്കില്ല, അത് പുറത്തേക്ക് ഉപയോഗിക്കരുത്. ടൂത്ത് പേസ്റ്റ് നമ്മൾക്ക് അകത്തേക്ക് കഴിക്കാൻ സാധിക്കില്ല, അതിനാൽ പുറത്തേക്കും അതിനെ ഉപയോഗിക്കരുത്. ചിലർ പറയും, ഞാൻ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് പറയും. ഉദാഹരണമായിട്ട് നമ്മൾക്ക് ഹൃദയത്തിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഒരു മരുന്ന്, സോർബിട്രേറ്റ് എന്ന് പറയുന്ന മരുന്ന് നമ്മുടെ നാവിൻ്റെ അടിയിൽ വയ്ക്കും. നാവിൻ്റെ അടിയിൽ വയ്ക്കുമ്പോൾ തന്നെ അത് നമ്മുടെ ഹൃദയത്തിൽ പോകുന്നു, എന്നിട്ട് വേദനയെ കമ്മിയാക്കുന്നു. അതിനാൽ വായിൽ എന്ത് കെമിക്കൽ വെച്ച് കഴിഞ്ഞാലും അത് ശരീരത്തിൽ പ്രവർത്തിക്കും എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഉപ്പ്, ഇന്ദുപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അയോഡൈസ് ചെയ്യാത്ത ഉപ്പ് ഉപയോഗിക്കുക. പഞ്ചസാര ഒരു കാരണവശാലും വീട്ടിൽ വയ്ക്കരുത്. അതിനു പകരം ശുദ്ധമായിട്ടുള്ള ശർക്കര വയ്ക്കുക. ഒരു മൃഗങ്ങളും വളർച്ച എത്തിക്കഴിഞ്ഞാൽ പാല് കുടിക്കുന്നില്ല. അപ്പോൾ നമ്മളും പാല് കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഹാനികരമാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന അഗ്നിയെയും നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. വിറക് കൊണ്ടുള്ള അഗ്നിയാണ് ഏറ്റവും ഉത്തമം. അത് പറ്റില്ലെങ്കിൽ LPG ഗ്യാസ് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഉപയോഗിക്കുന്ന സമയത്ത് നല്ലപോലെ വെൻറ്റിലേഷനുള്ള സ്ഥലത്തായിരിക്കണം ഉപയോഗിക്കേണ്ടത്. പിന്നെയുള്ള കാര്യങ്ങൾ, അതായത് മൈക്രോവേവ്, ഇൻഡക്ഷൻ തുടങ്ങിയവ, അവയുടെ സൈഡ് എഫക്റ്റ് നിങ്ങൾ നല്ലപോലെ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ പ്രകൃതി ജീവനത്തിൽ ഒഴിവാക്കേണ്ട സാധനങ്ങൾ ഇവയൊക്കെയാണ്. ഇനി എന്തൊക്കെ ഉപയോഗിക്കാം എന്ന് നമ്മൾ പറയാം.
പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ അതേ രീതിയിൽ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് ഫലങ്ങൾ ഉപയോഗിക്കാം, പഴങ്ങൾ, അണ്ടിപ്പരിപ്പുകൾ ഉപയോഗിക്കാം, തേങ്ങ തുടങ്ങിയവ. എല്ലാ തരത്തിലും നമ്മൾക്ക് കഴിക്കാൻ സാധിക്കുന്ന പഴങ്ങൾ നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ധാന്യങ്ങൾ നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. പരിപ്പുകൾ നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. ഇവയെല്ലാം കഴിക്കാൻ പറ്റുമെങ്കിലും രോഗിയായിട്ടുള്ള വ്യക്തി കഴിയുന്നതും പാകം ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് വളരെയധികം രോഗിയായിട്ടുള്ളൊരു വ്യക്തി കഴിയുന്നതും ഭക്ഷണം പാകം ചെയ്യാത്തത് ഉപയോഗിക്കുക. ഉദാഹരണമായിട്ട് പച്ചക്കറികൾ, ക്യാരറ്റ്, മുള്ളങ്കി, ബീട്രൂട്ട്, ക്യാബേജ് തുടങ്ങിയവയെല്ലാം ഉപയോഗിക്കാവുന്നതാണ് പാകം ചെയ്യാതെ. പാകം ചെയ്യുന്തോറും അതിലെ പോഷണ ഗുണങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് പ്രകൃതി ജീവനക്കാർ അവകാശപ്പെടുന്നു. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ അതേപടി നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഉദാഹരണമായിട്ട് ഓട്സ് ഡയറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരിക്കലും ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്ന ഓട്സിൻ്റെ പൗഡർ ഉപയോഗിക്കരുത്. കാരണം അതിൽ ഹാനികരമായിട്ടുള്ള പല കെമിക്കലും ചേർത്തിട്ടിരിക്കും. അതേപോലെ തന്നെ അരിയുടെ സാധനങ്ങൾ അത് ഡയറക്റ്റായിട്ട് കർഷകരിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഫാക്ടറിയിൽ നിന്ന് വരുന്നവയിൽ ഒരുപാട് പ്രിസർവേറ്റീവും അതേപോലെ കളറും ബാക്കിയുള്ളവയെല്ലാം ചേർത്തിരിക്കും. അത് ആരോഗ്യത്തിന് ഹാനികരമായിരിക്കും. സാത്വികമായിട്ടുള്ള പുൽവർഗ്ഗങ്ങളും അതേപോലെ തന്നെ ഇലകളും നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് കൊത്തമല്ലി ഇല, പുതിനയില, മാവിൻ്റെ ഇല, പേരയുടെ ഇല, വാഴയുടെ ഇല, കറുകപ്പുല്ല്, ആലിൻ്റെ ഇല, ഇവയുടെ എല്ലാം ജ്യൂസ് വളരെയധികം ഗുണകരമാണ്. പ്രകൃതി ജീവനത്തിൽ പലരും അത് ഉപയോഗിക്കാറുണ്ട്. തുളസിയുടെ നീര് തുടങ്ങിയവയെല്ലാം ഉപയോഗിക്കാറുണ്ട്. പാകം ചെയ്ത ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പാകം ചെയ്ത് 3 മണിക്കൂറിനുള്ളിൽ ആ ഭക്ഷണം നമ്മൾ കഴിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പ്രകൃതി ജീവനത്തിൽ കഴിക്കാവുന്നതും കഴിക്കരുതാത്തതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. പ്രകൃതി ജീവനത്തെ പറ്റിയുള്ള കൂടുതൽ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് സ്വയം കേൾക്കുക, ബാക്കിയുള്ളവരെ കേൾപ്പിക്കുക.